ഹലോ! ഇന്ന് നമ്മളൊരു കുഞ്ഞൻ മത്തി തോരനാണ് ട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എപ്പോഴും മത്തി വിഭവങ്ങൾ മാത്രം ചെയ്യുന്നെന്ന് കരുതല്ലേ. മത്തി സുലഭമായി കിട്ടുന്നതുകൊണ്ടും ഫ്രഷ് ആയി കിട്ടുന്നതുകൊണ്ടും മത്തി കൊണ്ടുള്ളത് കുറച്ച് കൂടുതൽ ചെയ്യുന്നെന്ന് മാത്രം. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ജാറെടുത്ത് അതിലേക്ക് 2 പിടി തേങ്ങ ഇട്ട് കുറച്ച് ചുവന്നുള്ളിയും 2, 3 പച്ചമുളകും നിങ്ങളുടെ ആവശ്യത്തിന് മുളക് കൂട്ടിയും കുറച്ചും ഇടാം ട്ടോ. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പിടി കറിവേപ്പിലയും പിന്നെ ഒരു കളറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് മസാല പുരട്ടി വെച്ചിട്ടുള്ള മത്തികൾ നന്നായി മൊരിയിച്ച് പൊരിച്ചെടുക്കാം. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ബേസിക്കലി ഞാനൊരു മടിച്ചിയാണേ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ എപ്പോഴും വീട്ടിൽ ട്രൈ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് അതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മത്തി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായി മൊരിയിച്ചെടുക്കാം. മത്തിയെല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മത്തി പൊരിച്ച് വെളിച്ചെണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതിലും ചെയ്തെടുത്താൽ മതി കേട്ടോ. എനിക്ക് ബാക്കി വെളിച്ചെണ്ണ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാനിൽ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും 2, 3 വറ്റൽമുളകും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പൾസ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങ ഒന്ന് ചെറുതായി മൊരിയുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. തേങ്ങ ഒന്ന് ചെറുതായി മൊരിഞ്ഞ് കിട്ടിയാൽ അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2, 3 മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി മൊരിച്ചെടുക്കണം. ഇനി നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന മത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തിയും തേങ്ങയും കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ടൊരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ആ തേങ്ങയുടെ ടേസ്റ്റൊക്കെ മത്തിയിലേക്ക് നന്നായി പിടിച്ചു കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി നമുക്കൊരു 2, 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ മത്തി തോരൻ ഇവിടെ ഈസിയായി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ.